ഞാനിപ്പോൾ ഉള്ളത് വയനാട് ചൂരൽമലയിലാണ് കേട്ടോ. ദുരന്തം വിതച്ച ഭൂമിയിൽ ജൂലൈ 30-ന് ഒരുപാട് ആളുകളെ ജീവിതം കവർന്നൊരു സ്ഥലത്ത് കേട്ടോ. കണ്ടു നിൽക്കാൻ പറ്റണില്ല, അത്രയും ദുരന്ത ഭൂമിയായ ഒരു സ്ഥലമാണ്. ഞാൻ ഫാമിലി ആയിട്ട് ഇതൊക്കെ ഒന്ന് കാണണം ജീവിതത്തിൽ. നമ്മൾക്ക് എത്ര സൗഭാഗ്യങ്ങൾ പടച്ചവന് തന്നോ അതൊക്കെ ഒരു നിമിഷം കൊണ്ട് നമ്മൾ മറന്നു പോകും. അന്ന് അർദ്ധരാത്രി ഒരുപാട് സ്വപ്നങ്ങളുമായി കടന്നുറങ്ങിയ ആളുകളായിരിക്കും അല്ലേ. ഒരൊറ്റ ഉരുൾപൊട്ടലിൽ 600-ൽ പരം ആളുകളാണ് മരണപ്പെട്ടു പോയത്. ഇതൊക്കെ നോക്കുക നിങ്ങൾ, ഒരുപാട് ആൾക്കാരുടെ ജീവിതങ്ങൾ. ഞാൻ സത്യത്തിൽ അവിടുന്ന് വന്നപ്പോൾ ആദ്യം വന്ന് കാണേണ്ട സ്ഥലം ഇതായിരിക്കണം എന്ന്. ആ രാത്രി നാളെ ഞാൻ നേരം വെളുക്കുമ്പോൾ എണീക്കില്ല എന്ന് കരുതുന്ന ഒരാളുകൾ പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാൽ ഒരുപാട് സ്വപ്നങ്ങളുമായി കടന്നുറങ്ങിയ ആളുകളെ വീടായത് നോക്കി നിങ്ങൾ. കോടികൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യമുള്ളത്? ഇതാണ് അവസ്ഥ. ഈ റൂമിൻ്റെ ഒക്കെ ഉള്ളിൽ അന്നത്തെ ആ രാത്രി സമാധാനവും സന്തോഷവുമായി കടന്നുറങ്ങിയ പാവങ്ങൾ എത്ര ഉണ്ടാവും? അവർക്ക് നാളേക്ക് ജീവിതത്തിൽ എന്ത് ആക്കണം, ഞാൻ ജീവിതത്തിൽ നാളെ എന്ത് ഉണ്ടാക്കണം എന്നൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങിയ പാവങ്ങളെ ദുരന്ത ഭൂമിയാണ് ഇട്ടത്. അന്ന് കിട്ടിയ ബെയിലിപ്പാലാണ് ആ കാണുന്നത്, ബെയിലിപ്പാലം. അതിലൂടെ പോയിട്ട് അങ്ങനെ ഒരുപാട് പുത്തുമല ആ ഭാഗത്തുനിന്ന് തകർന്ന സ്കൂള് ആ ഭാഗത്തുണ്ട്. എന്തായാലും കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു ദുരന്ത ഭൂമിയാണിത്. തകർന്നു പോയ ഒരുപാട് കെട്ടിടങ്ങളും അതിൻ്റെ അവശേഷിപ്പിച്ച ഒരുപാട് പാവങ്ങളെ മൃതദേഹങ്ങൾ ഒഴുകിപ്പോയ ഒരു സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ദുരന്ത കാഴ്ച. ഒരുപാട് ആൾക്കാരെ സ്വപ്ന വീടൊക്കെ നോക്കണം നിങ്ങൾ. എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ? അന്ന് മരണപ്പെട്ട ഒരുപാട് ആൾക്കാരെ ഇതിൻ്റെ ഉള്ളിൽ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. 600-ൽ പരം ആളുകൾ മരണപ്പെട്ട ഒരു സ്ഥലം. ഈ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുമായി കടന്നുറങ്ങിയ പാവങ്ങൾ ഉണ്ടാവില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും. ജീവിതത്തിലെ നല്ല നാളുകൾ അല്ലെങ്കിൽ നാളേക്ക് എന്തുവാണെന്നൊക്കെ എടുത്തു വെച്ച് 2 നില വാർപ്പിൻ്റെ ഉള്ളിൽ കിടന്ന ആ വീടൊക്കെ നോക്കിയും പൂർണ്ണമായും അടിഭാഗമൊക്കെ തകർന്നു പോയി എന്ന് തന്നെ പറയാം. എത്രമാത്രം സങ്കടമുള്ള കാഴ്ച. ജീവിതത്തിലെ നല്ല നാളുകൾ അല്ലെങ്കിൽ നാളേക്ക് എന്ത് വേണം എന്ന് പോലും ബാക്കി വെക്കാനില്ലാതെ തകർന്നടിഞ്ഞു പോയ ചില ജീവിതങ്ങൾ. വീടിൻ്റെ ഉള്ളിലെ അവസ്ഥക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഉറങ്ങിയ ആളുകളായിരിക്കും. എന്താണ് ഇതിനുള്ളിലൊക്കെ അവസ്ഥ? അന്ന് ആ ഉരുൾപൊട്ടൽ ഒലിച്ചു വന്ന സമയത്ത് ഏതോ ഒരു കുട്ടിയുടെ സ്കൂൾ ബാഗും അവശേഷിപ്പിച്ച ഭാഗങ്ങളാണിത്. ഇത് ബാക്കിയാക്കി അവർ യാത്രയായി. കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അവസ്ഥ. ഈ ചൂരൽമല ഈ ഭാഗത്തൊക്കെ ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് കാണാം. അതുപോലെ തന്നെ വേറൊരു വീട്, ഒരുപാട് വീടുകൾ തകർന്നടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. നോക്കി നിങ്ങൾ. അന്നാ ദിവസം ആ തലേ ദിവസം വരെ ഉറങ്ങിയപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ അപകടം വന്ന് ഞങ്ങളിതിൽ മരണപ്പെടും എന്നുള്ളത്. ഈ റൂമിനുള്ളിലൊക്കെ ആയിരിക്കും ആരൊക്കെ മരണപ്പെട്ടു എന്തൊക്കെയാണെന്ന് അറിയാത്ത വിധത്തിൽ അത്രയും വലിയൊരു അപകടം. എത്ര സുഖത്തിനും സമാധാനത്തിനും കഴിഞ്ഞ ആൾക്കാരേക്കാരം അല്ലേ ഈ തേയിലൻ്റെ ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ. പാവം എന്തൊക്കെ സ്വപ്നം കണ്ട് കടന്നുറങ്ങാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല പാവം.